ഇല്ല, ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. ഒരു കാരണവശാൽ അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. ഞാൻ തടസ്സപ്പെടുത്തിയില്ല. 9ാമത്തെ മിനിറ്റിൽ മാത്രമേ വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ. ഔദാര്യത്തിന്റെ പ്രശ്നമല്ല, ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. ഇന്ന് കേരള നിയമസഭയിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. പ്രതിപക്ഷ നേതാവ് സഭയുടെ നാഥനായ സ്പീക്കറെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് സഭയിൽ കണ്ടത്. താങ്കളുടെ ഔദാര്യത്തിലല്ല ഞാനിവിടെ നിൽക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയുടെ നാഥനായ സ്പീക്കർ എൻ ഷംസീറിനെതിരെ ഉന്നയിച്ചത്. 2022 ആയിരിക്കുന്നതിന്റെ വിശദ വിവരങ്ങൾ അങ്ങ് എന്റെ പ്രസംഗാന്ത് അങ്ങനെ കൺട്രോൾ ചെയ്യില്ല. അങ്ങനല്ല, അങ്ങ് പറയുന്നതിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാണ്. അങ്ങ് തന്നെ ഫ്ലോറിൽ നിരവധി തവണ പറഞ്ഞു ഏറ്റവും കുറവ് വാക്കൗട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന്. പ്ലീസ്, അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ. 13 മിനിറ്റായി. 13 മിനിറ്റ് അവിടെ ഇരിക്കും. അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. യെസ് കൺക്ലൂഡ് ചെയ്യട്ടെ. അവിടെ ഇരിക്കെ കൺക്ലൂഡ് ചെയ്യട്ടെ. രണ്ടാമത്തെ അദ്ദേഹം പറയിച്ചതാണ്, മന്ത്രി തയ്യാറായതല്ല. ഒരു കാരണവശാലും ഇല്ല, ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. ഒരു കാരണവശാൽ അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. ഞാൻ തടസ്സപ്പെടുത്തിയില്ല. 9ാമത്തെ മിനിറ്റിൽ മാത്രമേ 9ാമത്തെ മിനിറ്റിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. അവിടെ ഇരിക്കെ അദ്ദേഹം സംസാരിക്കട്ടെ, കൺക്ലൂഡ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ്. പ്ലീസ്. അവിടെ ഇരിക്കെ. യെസ് അവിടെ ഇരിക്കെ. അല്ല, അവര് കൺക്ലൂഡ് ചെയ്യട്ടെ. യെസ് കൺക്ലൂഡ് ചെയ്യട്ടെ. വെറുതെ സമയം പോക്കണ്ട. യെസ് ഒന്ന് അങ്ങ് ടീമിനോട് പറ പ്ലീസ്. അങ്ങയുടെ ടീമിനോട് പറ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിത്തൗട്ട് ഇന്റർവെൻഷൻ യു സ്പോക്ക് 9 മിനിറ്റ്സ് വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ. ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ ഫ്രം ചെയർ യു സ്പോക്ക് 9 മിനിറ്റ്സ്. ഇറ്റ് ഈസ് my right to speak here. I am on my legs. You cannot intervene. യെസ് അവിടെ ഇരിക്കെ. ഓക്കെ. അദ്ദേഹം കൺക്ലൂഡ്. ശ്രീ വിൻസൻ ചെയറിൽ പോയിരിക്കെ. സിദ്ദിഖ് ചെയറിൽ പോയിരിക്കെ. അവിടെ പോയിരിക്കാൻ പറ. സിദ്ദിഖ് അവിടെ പോയിരിക്കെ. No. He spoke 9 minutes without any intervention. He spoke 9 minutes. Yes. Please. ടീമിനെ തിരിച്ചു വിളിക്ക്. അവിടെ പോയിരിക്കെ. അടിയന്തര പ്രമേയത്തിന് മേലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം ഒരുപാട് അതിക്രമിച്ച് കടന്നപ്പോഴാണ് സഭയുടെ നാഥനായ സ്പീക്കർ എൻ ഷംസീർ ഇടപെട്ടത്. 9 മിനിറ്റോളം പ്രതിപക്ഷ നേതാവ് യാതൊരു ഇൻ്ററപ്ഷനും ഇല്ലാതെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞും പ്രസംഗം ഒരുപാട് നീണ്ടപ്പോഴാണ് സ്പീക്കർ ഇടപെട്ടത്. ആ സ്പീക്കർ ഇടപെട്ടത് പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും കാര്യമായി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനുശേഷം പിന്നെ ബഹളം ഒരു പരിധിവരെ കടന്നപ്പോഴത്തേക്കും സ്പീക്കർക്ക് മൈക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു.
അവിടെ ഇരിക്ക്. പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഒന്ന് ടീമിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്ക്. ടീമിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്ക് പ്ലീസ്, പ്ലീസ്, പ്ലീസ്. മൈക്ക് ഓഫ് ചെയ്ത് ഏറെ നേരം പ്രതിപക്ഷത്തോട് സ്പീക്കർ സംസാരിച്ചെങ്കിലും അവർ വഴങ്ങാൻ കൂട്ടാക്കിയില്ല. അവസാനം പിന്നെ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് ഡയറക്റ്റായിട്ട് സ്പീക്കർ കടക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ തവണൂർ MLA KT ജലീലിനെ ശ്രദ്ധ ക്ഷണിക്കലിന് വേണ്ടി വിളിക്കുകയും അങ്ങോട്ട് പോവുകയും വരെ ചെയ്തത്. പ്രതിപക്ഷം അപ്പോഴും അടങ്ങാൻ തീരുമാനിച്ചിരുന്നില്ല. അതിനുശേഷം പിന്നെ സഭ മാർച്ച് 2-ാം തീയതി ചേരുമെന്ന രീതിയിൽ പിരിയുകയാണ് ഇന്നുണ്ടായത്. ബാക്കിയുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചകളോ മറ്റ് സംഭവങ്ങളോ നടത്താതെ വെട്ടിച്ചുരുക്കി സഭ പിരിയുകയാണ് ഉണ്ടായത്. Yes, yes. Yes, order, order. Yes, Dr. KT ജലീൽ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, പ്ലീസ്, പ്ലീസ്, അവിടെ പോയിരിക്കണം. സഭ ഓർഡർ ആവണം, സഭ ഓർഡർ ആവണം. ബിസിനസ്സുമായിട്ട് പോകുന്നതാണ്, അങ്ങോട്ട് പോകണം. അംഗങ്ങൾ അങ്ങ് പോയിരിക്കണം, ചെയറിൽ പോയിരിക്കണം, ചെയറിൽ പോയിരിക്കണം, ചെയറിൽ പോയിരിക്കണം. യെസ്, ഡോക്ടർ KT ജലീൽ സർ, എല്ലാരും ഒന്ന് മൈക്രോഫോൺ വെക്കുക പ്ലീസ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ.